ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ റിവിഷൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനുകൾ മാത്രം പഠിച്ചു എന്ന് കരുതി പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവെഴുതാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും പഠിക്കുക. അതോടൊപ്പം ഈ ലെസണിലെ വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കുക. കാരണം അവ കൂടുതൽ പരീക്ഷകൾക്കും ആവർത്തിച്ച് വന്നിട്ടുള്ളവയാണ്. നമുക്ക് 5 ചാപ്റ്ററുകൾ വരെയാണ് നമ്മൾ ഒന്നാമത്തെ സെഷനിൽ ചർച്ച ചെയ്തത്. ഇനി രണ്ടാമത്തെ ഈ വീഡിയോയിൽ നമ്മൾ 4 ചാപ്റ്ററുകൾ കൂടി ചർച്ച ചെയ്യുന്നു. ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മുടെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടമാണ് ഈ ചാപ്റ്റർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എസ് എ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരുന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളതുമായ ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമേ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി എന്നുള്ള ഒരു ഭാഗം ചാപ്റ്ററിൽ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളുക. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എസ് ഐക്ക് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനിടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഹെഡിങ്ങുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മാർക്കുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും. മാർക്കിനനുസരിച്ച് പോയിന്റുകൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ എഴുതണം. അപ്പോൾ ആദ്യമേ തന്നെ എക്കണോമിക് കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതായത് സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുന്നവ ഉണ്ട്. പിന്നീട് 1974 റെയിൽവേ പണിമുടക്ക്, റെയിൽവേ സ്ട്രൈക്ക് ഓഫ് 1974 ഉണ്ട്. പിന്നീട് കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി ഉണ്ട്. പിന്നീട് പൊളിറ്റിക്കൽ ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ് എന്നുള്ളതുണ്ട്, അതായത് രാഷ്ട്രീയവും ജനകീയവുമായ പ്രതിഷേധങ്ങളുണ്ട്. പിന്നീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ വരുന്നത് മൂവ്മെൻറ്റ്സ് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ. ഗുജറാത്തിലെയും ബീഹാറിലെയും വിദ്യാർത്ഥികളുടെ മറ്റുമൊക്കെ സമരങ്ങൾ, ആ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒരു മെയിൻ പോയിൻ്റായിട്ട് വരുന്നുണ്ട്. ഈ ബീഹാറിലെ കലാപവും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ശ്രീ ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്ന ഇന്ത്യയിലെ പരമോന്നത സോഷ്യലിസ്റ്റ് നേതാവ് ആണ് ടോട്ടൽ റെവല്യൂഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു വിപ്ലവത്തിനെ ആഹ്വാനം ചെയ്തത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നീട് വരുന്ന ഒരു കാരണമാണ് കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി, അതായത് നിയമനിർമ്മാണ സഭയും അതോടൊപ്പം തന്നെ നീതിന്യായ വിഭാഗവും ജുഡീഷ്യറിയും തമ്മിൽ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകൾ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റും സുപ്രീം കോടതിയും തമ്മിൽ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിലുണ്ടായിട്ടുള്ള തർക്കങ്ങൾ, അതും ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണമാണ്. പിന്നീട് വേർഡിക്റ്റ് ഓഫ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചു. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് ദ അലഹബാദ് ഹൈക്കോടതി ഡിക്ലെയർഡ് ദ ഇലക്ഷൻ ഓഫ് ഇന്ദിരാഗാന്ധി ആസ് ഇലീഗൽ. ആ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ വിധി ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ വിധിയും അതുപോലെ തന്നെ ഓപ്പോസിഷൻ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നവയും അല്ലെങ്കിൽ പ്രതിപക്ഷം നടത്തിയ സമരങ്ങൾ, ഇവയെല്ലാം ആണ് സത്യത്തിൽ ഇന്ത്യയിൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇടയാക്കിയ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന മറ്റൊരു ചോദ്യമാണ് കോൺസിക്വൻസസ് ഓഫ് എമർജൻസി എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം ആണ് എന്നുള്ളത്. അതിൻ്റെ അകത്താണ് ഒരുപാട് ഫ്രീഡം ഓഫ് പ്രസ് വാസ് ഡിനൈഡ്, ഇലക്ട്രിസിറ്റി ടു ദ വേരിയസ് ന്യൂസ് പേപ്പേഴ്സ് വെയർ കട്ട് ഡൗൺ. പിന്നീട് മെനി ജേർണലിസ്റ്റ് വെയർ അറസ്റ്റഡ്, മെനി ഓപ്പോസിഷൻ ലീഡേഴ്സ് വെയർ അറസ്റ്റഡ്, ലാക്സ് ഓഫ് ഇൻഡിവിജ്വൽസ് വെയർ അറസ്റ്റഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ്. പിന്നീട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു.
പിന്നീട് കമ്മ്യൂണൽ ഓർഗനൈസേഷൻ, നിരവധി മതവുമായി ബന്ധപ്പെട്ട പല സംഘടനകളും ബാൻ ചെയ്യപ്പെടുന്നു. കമ്പനികളിലെ സ്ട്രൈക്സ് പ്രൊഹിബിറ്റ് ചെയ്യപ്പെടുന്നു. സ്ട്രൈക്സ് ഇൻ കമ്പനീസ് വെർ പ്രൊഹിബിറ്റഡ്. പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കരുതൽ തടങ്കൽ എന്ന് പറയുന്ന ആ ഒരു ആയുധം ഗവൺമെൻറ് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നു. കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കുറ്റം ചെയ്യുന്നു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ അധികാരം ഗവൺമെൻറ് വളരെ ഭീമമായ രീതിയിൽ ഉപയോഗിക്കുന്നു. പിന്നീട് നിരവധി അമെൻമെൻറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നു. അതിൽ ഒന്നായിരുന്നു 42nd അമെൻമെൻറ്റ് എന്ന് പറയുന്ന മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ അമെൻമെൻ്റ് ആയിട്ടുള്ള 42ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള 42ാം ഭേദഗതി എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ്. പിന്നീട് വരുന്ന മറ്റൊരു ചോദ്യമാണ് ലെസൺസ് ഓഫ് എമർജൻസി എന്ന് പറയുന്നത്. നമ്മൾ ഈ അടിയന്തരാവസ്ഥ എന്ന ആ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്തെല്ലാം അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എൻ്റെ 1-2 പോയിൻറ്റ്സ് ഒന്ന് പറയാം. ഇന്ത്യൻ ഡെമോക്രസി ലേൺഡ് സെവറൽ ലെസൺസ് ഫ്രം എമർജൻസി. അടിയന്തരാവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. എമർജൻസി എക്സ്പോസ്ഡ് ബോത്ത് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഡെമോക്രസി. അടിയന്തരാവസ്ഥ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ശക്തിയും ദൗർബല്യവും നമുക്ക് മനസ്സിലാക്കി തന്നു. മാത്രമല്ല, ഡെമോക്രസി റെസ്യൂംഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ഇമ്മീഡിയറ്റ്ലി ഓൺ ദ സസ്പെൻഷൻ ഓഫ് എമർജൻസി. ഈ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ സ്റ്റോപ്പ് ചെയ്ത അതേ സമയം തന്നെ നമുക്ക് ആ ജനാധിപത്യത്തെ വീണ്ടും പുനഃസ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയൊരു വിജയമാണ്. കാരണം ഡെമോക്രസി കനോട്ട് ബി റൂട്ടഡ് ഔട്ട് ഫ്രം ദ ഇന്ത്യൻ സോയിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ ഒരിക്കലും നമുക്ക് ഇന്ത്യൻ്റെ മണ്ണിൽ നിന്നും പുറത്താക്കാൻ കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. പിന്നീട് എമർജൻസി മെയ്ഡ് ദ പീപ്പിൾ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാനാവാൻ കഴിഞ്ഞു. അതുമൊക്കെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. മാത്രമല്ല, ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള തീരുമാനം ഷുഡ് ബി ഹാൻഡഡ് ഓവർ ടു ദ പ്രസിഡന്റ് ഇൻ റൈറ്റിംഗ്. അതായത് മന്ത്രിസഭയുടെ പക്കൽ നിന്നും അത് എഴുതി പ്രസിഡന്റിന് നൽകണം എന്നുള്ള ഒരു ഉറപ്പ് മേടിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വീക്ക്നെസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അടിയന്തരാവസ്ഥയുടെ ലെസൺസ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് വരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ കാലഘട്ടമാണ്. അതായത് ഇലക്ഷൻ ഓഫ് 1977, 1977 തെരഞ്ഞെടുപ്പും ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയും അതിൻ്റെ ഒരു ഉത്ഭവവും ആണ് അടുത്തായിട്ട് ഒരു ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനതാ ഗവൺമെൻറ്റും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ പരാജയ കാരണങ്ങൾ ഉണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതും ചോദിക്കുന്ന പല ആവർത്തി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ജനതാ പാർട്ടിയുടെ റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് ജനതാ പാർട്ടി എന്നുള്ള രീതിയിൽ പിന്നീട് ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ അകത്തുള്ളത് നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടില്ല. നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നീടൊരു ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥയെ പറ്റി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ ഒരു പേര് ചോദിച്ചിട്ടുണ്ട്. അത് ഷാ കമ്മീഷൻ. ജസ്റ്റിസ് JC ഷാ എന്ന് പറയുന്ന ഒരു ജസ്റ്റിസിൻ്റെ കമ്മീഷനാണ്. അതുകൊണ്ട് ഷാ കമ്മീഷനാണ് അടിയന്തരാവസ്ഥയെ പറ്റി അന്വേഷണം നടത്തിയ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തത് 7ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്കൊന്ന് പോകാം. പോപ്പുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. അതിൽ നിരവധിയായിട്ടുള്ള ജനകീയ പ്രസ്ഥാനങ്ങളെ പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലുണ്ടായിരുന്ന മൂവ്മെൻറ്റാണ്. മരങ്ങൾ വെട്ടാനായിട്ട് വരുമ്പോൾ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന ഒരു വലിയ പരിസ്ഥിതി പ്രസ്ഥാനമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നേരത്തെ പറഞ്ഞു നിരവധിയായിട്ടുള്ള
ജനകീയ പ്രസ്ഥാനങ്ങളുടെ പേര് പറയും. അതോടൊപ്പം തന്നെ അതിൻ്റെ നേതാക്കന്മാരുടെ പേരും ഇതിൻ്റെ അകത്ത് പറയും. ഇപ്പോൾ ഈ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് ചാന്ദി പ്രസാദ് ഭട്ട്, സുന്ദർലാൽ ബഹുഗുണ, ഗൗരാദേവി എന്നൊക്കെ ഉള്ളവരാണ്. ഇവരെയൊക്കെ പല ആവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് വരുന്നത് ദളിത് വിഭാഗത്തിൻ്റെ ഉന്നമനവുമായി ബന്ധപ്പെട്ട ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അത് മഹാരാഷ്ട്രയിലാണ് രൂപം കൊള്ളുന്നത്. ആ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ നേതാക്കന്മാരുടെ പേര് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ചേരുംപടി ചേർക്കുക. അതിന് ഇവരുടെ പേര് ചോദിച്ചിട്ടുള്ളതാണ്. നാംദേവ് ദാസൽ, JV പവാർ, അർജുൻ ഡാംഗ്ലെ തുടങ്ങിയവരാണ് ഈ ദളിത് പാന്തേഴ്സ് എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇന്ന് BAMCF, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. BAMCF എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ BAMCF എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഇന്ന് ഈ ദളിതരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് വലിയ പോരാട്ടങ്ങൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു ജനകീയ പ്രസ്ഥാനമാണ് ഭാരതീയ കിസാൻ യൂണിയൻ. കർഷകർക്ക് വേണ്ടി ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഉത്തർപ്രദേശ്, പിന്നീട് ഡൽഹി, ചണ്ഡീഗഡ്, ഡൽഹി, പിന്നീട് പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള ഹരിയാന അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലുള്ള കർഷകരായിരുന്നു ഇതിൽ കൂടുതലും അംഗങ്ങളെന്ന് പറയുന്നത്. മഹേന്ദ്ര സിംഗ് ടിക്കായത്ത്, യുദ്ധവീർ സിംഗ് തുടങ്ങിയവരൊക്കെയാണ് ഇതിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് വരുന്നത് ആൻറ്റി ആരക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നതാണ് പിന്നീട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആൻറ്റി ആരക് മൂവ്മെൻറ്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം, ഇത് ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. ഒരു വിമൻ എംപവർമെൻറ്റ് മൂവ്മെൻ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. സ്ത്രീകൾ ലീഡർഷിപ്പ് കൊടുത്ത ഒരു പ്രസ്ഥാനമാണ്, മുന്നിട്ടിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ ആൻറ്റി ആരക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ധൂപഗുണ്ട എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ആന്ധ്രാപ്രദേശിലെ. അതേപോലെ തന്നെ ഇതിൽ ഈ ഒരു ആൻറ്റി ആരക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആൻറ്റി ആരക് മൂവ്മെൻറ്റ് മുമ്പോട്ട് വെച്ച മറ്റ് സാമൂഹ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആൻറ്റി ആരക് മൂവ്മെൻറ്റ് മുമ്പോട്ട് വെച്ച മറ്റ് സാമൂഹ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് സ്ത്രീകൾ ആദ്യം ഈ ചാരായ മാറ്റിവെക്കുക അല്ലെങ്കിൽ നിർത്തലാക്കുക എന്നുള്ള ഡിമാൻഡോടുകൂടിയാണ് മുമ്പോട്ട് വന്നത്. അങ്ങനെ ചാരായം നിരോധിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അവർ സ്ത്രീകൾ മറ്റ് ചില വിഷയങ്ങൾ കൂടി മുമ്പോട്ട് വയ്ക്കുന്നു. ഒന്നാമത്തത് എന്ന് പറയുന്നത് ദേ ആക്ടഡ് അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, അതിനെതിരെ സ്ത്രീകൾ പോരാടാൻ ആരംഭിക്കുന്നു. മാത്രമല്ല ദേ ആക്ടഡ് അഗെയിൻസ്റ്റ് സെക്ഷൽ വയലൻസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഫാമിലി, കുടുംബത്തിനകത്തും ജോലി സ്ഥലങ്ങളിലുമൊക്കെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ അവർ പോരാടാൻ തുടങ്ങുന്നു. ദേ ഫൗട്ട് അഗെയിൻസ്റ്റ് ഡൗറി സിസ്റ്റം, സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ അവർ പോരാടാൻ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ദേ ഡിമാൻഡ് റെപ്രസെൻറ്റേഷൻ ഫോർ വിമൻ ഇൻ പൊളിറ്റിക്സ്, ഇവർ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ സംവരണം വേണം, ഇല്ലെങ്കിൽ പ്രാതിനിധ്യം കൂടുതൽ വേണം എന്നുള്ള രീതിയിൽ അവർ ആവശ്യപ്പെടാനായിട്ട് തുടങ്ങുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റ് വിഷയങ്ങളെന്ന് പറയുന്നത്. ഈ ആൻറ്റി ആരക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചാരായ വിരുദ്ധ പ്രസ്ഥാനം മുമ്പോട്ട് വെച്ച മറ്റ് വിഷയങ്ങളെന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന പ്രസ്ഥാനം. അതായത് NBA എന്ന് പറയും. നർമ്മദാ നദിയിൽ ഉണ്ടാകുന്ന എന്താണ് വലിയ ഡാം നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. നർമ്മദാ നദിയെ സംരക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട നർമ്മദാ നദിയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് മേധ പട്കർ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്, ഒരു വനിതയായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പോരാട്ട ഫലമായിട്ടാണ് രാജ്യത്ത് കോംപ്രിഹെൻസീവ് നാഷണൽ റീഹാബിലിറ്റേഷൻ പോളിസി അല്ലെങ്കിൽ സമഗ്ര ദേശീയ പുനരധിവാസ നയം 2003 രൂപീകരിക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകുന്നത്.
ഇനി അടുത്തത് ലെസൺസ് ഫ്രം പോപ്പുലർ മൂവ്മെൻറ്റ്സ് എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് വരുന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ അത് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഒരു പോരാട്ടം ആരംഭിക്കുന്നത്. അവിടുത്തെ പഞ്ചായത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചിലവായ തുകകളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കുന്നു. അവസാനം അതെല്ലാം പ്രസിദ്ധീകരിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമാകുന്നു. പിന്നീട് ഇവർ ഈ പോരാട്ടം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 2005 ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിലവിൽ വരികയും ചെയ്യുന്നു, ഇല്ലെങ്കിൽ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് നിലവിൽ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. റീജിയണൽ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത് ജമ്മു ആൻഡ് കാശ്മീർ വിഷയം ഇതിൽ ചോദിക്കാവുന്ന ഒന്നാണ്. നേരത്തെ തന്നെ നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ജമ്മു ആൻഡ് കാശ്മീർ വിഷയം എന്ന് പറയുന്നത്. അടുത്ത മറ്റൊന്ന്, ഈ ജമ്മു ആൻഡ് കാശ്മീർ വിഷയത്തിൻ്റെ ദേശീയ അന്തർദേശീയ പശ്ചാത്തലം അല്ലെങ്കിൽ പ്രാധാന്യം, ദേശീയ അന്തർദേശീയ പ്രാധാന്യം ഈ ഒരു രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ദേശീയ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ജമ്മു ആൻഡ് കാശ്മീരിന് വി ഹാവ് ഗിവൺ സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു ജമ്മു ആൻഡ് കാശ്മീർ ത്രൂ ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 പ്രകാരം നമ്മൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിന് പ്രത്യേക പദവി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പ്രത്യേക പദവിയിലൂടെ ജമ്മു ആൻഡ് കാശ്മീരിന് അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും അവരുടേതായിട്ടുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെ നടപ്പിലാക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ 2019 നമ്മൾ ആ ഒരു കാര്യം അങ്ങ് അവസാനിപ്പിച്ചു. ആർട്ടിക്കിൾ 370 നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ദേശീയ പ്രാധാന്യം എന്നുള്ള രീതിയിൽ പറയുന്നത്. മാത്രമല്ല ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് രാഷ്ട്രീയവും ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻ കോൺഫ്ലിക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതാണ് ദേശീയ പ്രാധാന്യം എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്നത്. മറ്റൊന്ന് അന്തർദേശീയ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡികളിൽ അത് ചർച്ച ചെയ്ത് പലപ്പോഴും വഷളാക്കുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട്. മാത്രമല്ല ദേ ഡിമാൻഡ് ദ ഇൻ്റർഫിയറൻസ് ഓഫ് ആൻ ഔട്ട്സൈഡർ ഫോർ എ നെഗോഷിയേറ്റർ. ഇന്ത്യയും പാകിസ്ഥാനും അതോടൊപ്പം തന്നെ മറ്റൊരു ഒരു മൂന്നാം കക്ഷിയും അതിന് കൂടി പാകിസ്ഥാൻ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൽ പക്ഷേ ഇന്ത്യക്ക് താല്പര്യമില്ല. ഇന്ത്യ പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻറ്റേർണൽ അഫെയർ, സോ നോബഡി ഷുഡ് ഇൻ്റർഫിയർ ഇൻ ദാറ്റ് അഫെയർ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇന്ത്യയുടെ ഈ കാശ്മീർ വിഷയം നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും ആ വിഷയങ്ങളുമായിട്ട് വലിയ ചർച്ചകൾ വരുന്നതിൽ ഇന്ത്യക്ക് അത്ര വലിയ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അന്താരാഷ്ട്ര പ്രാധാന്യം. എന്നാൽ പാകിസ്ഥാൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇതിനെ എല്ലാ രീതികളിലും അന്താരാഷ്ട്രവൽക്കരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രാധാന്യമെന്ന്, അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. മാത്രമല്ല കാശ്മീരിനെ ഫോഴ്സിനെ ഉപയോഗിച്ച് പിടിച്ചെടുക്കുക, ആ ഒരു താല്പര്യത്തോടു കൂടി അവർ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ അന്താരാഷ്ട്ര ദേശീയ പ്രാധാന്യങ്ങളെന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ദ്രാവിഡ പ്രസ്ഥാനമാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നടന്ന ഒരു പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ സൗത്ത് ഇന്ത്യയിൽ നടന്ന ഈ ദ്രാവിഡ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു സമാധാന പ്രസ്ഥാനമായിരുന്നു. ഒരു ഗാന്ധിയൻ മോഡലിലുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടറായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന തമിഴ് സോഷ്യൽ റിഫോമറെയാണ്. EV രാമസ്വാമി നായ്ക്കർ. അദ്ദേഹം പെരിയാർ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. EV രാമസ്വാമി നായ്ക്കർ സത്യത്തിൽ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ EV രാമസ്വാമി നായ്ക്കർ അദ്ദേഹത്തിനെ കണക്കാക്കാം. പിന്നീട് അദ്ദേഹവും CN അണ്ണാദുരൈയും കൂടി ചേർന്നാണ്
ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത്. ദ്രാവിഡ മുന്നേറ്റ കഴകമല്ല, ദ്രാവിഡ കഴകം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് CN അണ്ണാദുരൈ സ്പ്ലിറ്റായി പോയിട്ടാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. പിന്നീട് അതിലും സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടാണ് ശ്രീ MGR AIADMK ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടക്കം തന്നെ ഈ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് ദ്രാവിഡ പ്രസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നീടാണ് പഞ്ചാബ് പ്രശ്നം ഉണ്ടാകുന്നത്. പഞ്ചാബ് ക്രൈസിസ്, ഖാലിസ്ഥാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വാദം ഉണ്ടാകുന്നത്. ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം, സെപ്പറേറ്റ് രാഷ്ട്രം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ഉദയവും അതിനെ നമ്മൾ സംഹരിച്ച രീതിയുമെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ അകത്താണ് സത്യത്തിൽ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, സിഖുകാരുടെ ഏറ്റവും പരിപാവനമായിട്ട് അവർ കണക്കാക്കുന്ന സുവർണ ക്ഷേത്രം, പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ പോലീസ് മിലിറ്ററി ആക്ഷൻ നടത്തേണ്ടി വന്ന ആ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. പഞ്ചാബിലെ ആ ഭീകരവാദത്തിന് നേതൃത്വം നൽകിയ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന് പറയുന്ന തീവ്രവാദിയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെല്ലാം വെടിവെച്ച് കൊല്ലാനായിട്ട് നടത്തിയ ഓപ്പറേഷനായിരുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രതികാരം എന്ന നിലയിലാണ് സത്യത്തിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നത്. പിന്നെ ഈ ഭാഗത്ത് തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഇനി നമുക്ക് കടക്കാവുന്നതാണ്. അതായത് രാജീവ് ഗാന്ധി ലോങ്കോവാൾ കരാർ എന്ന് പറയും. രാജീവ് ഗാന്ധി ലോങ്കോവാൾ അക്കോർഡ് എന്നാണ് ഇംഗ്ലീഷിലത് പറയുന്നത്. അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നും വളരെ ഇമ്പോർട്ടൻസോട് കൂടി അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ചണ്ഡീഗഡ് വുഡ് ബി ട്രാൻസ്ഫേർഡ് ടു പഞ്ചാബ്. ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഹരിയാനയുടെയും പഞ്ചാബിൻ്റെയും കോമൺ ആയിട്ടുള്ളൊരു ടെറിട്ടറി ആയിട്ട്, അല്ലെങ്കിൽ തലസ്ഥാനമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ചണ്ഡീഗഡിനെ പഞ്ചാബിന് മാത്രമായിട്ട് നൽകുക, ഇതാണ് ഒരു നിർദ്ദേശമെന്ന് പറയുന്നത്. മറ്റൊന്ന്, സെപ്പറേറ്റ് കമ്മീഷൻ വുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു സോൾവ് ദ ബോർഡർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ പഞ്ചാബ് ആൻഡ് ഹരിയാന. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയൊക്കെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് സെപ്പറേറ്റ് കമ്മീഷനെ നിയോഗിക്കുക. അടുത്തത്, ട്രൈബ്യൂണൽ ഷുഡ് ബി സെറ്റപ്പ് ടു ഡിസൈഡ് ഷെയറിംഗ് ഓഫ് റാവി ബിയാസ് റിവർ വാട്ടർ. റാവി ബിയാസ് എന്നീ നദികളിലെ ജലം പഞ്ചാബും ഹരിയാനയും തമ്മിൽ ഷെയർ ചെയ്യുന്നതിന് പ്രത്യേക ട്രൈബ്യൂണലിനെ നിയോഗിക്കുക. ബെറ്റർ കോമ്പൻസേഷൻ ടു അഫക്റ്റഡ് പീപ്പിൾസ് ഓഫ് വയലൻസ്. അതായത് ഈ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം, കൊലപാതകത്തിന് ശേഷം സിഖുകാരെ ഒരുപാട് കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വയലൻസിന് ഇരയായവർക്കെല്ലാം നല്ല രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന രാജീവ് ഗാന്ധി ലോങ്കോവാൾ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള കരാറിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ടോപ്പിക്കാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഇന്ത്യയുടെ വടക്ക് കിഴക്കേ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആ ഭാഗം, അതായത് അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര എന്നറിയപ്പെടുന്ന ഈ 7 സംസ്ഥാനങ്ങൾ, ഇവയാണ് 7 സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ 3 ഇഷ്യൂസ് ദാറ്റ് ഡോമിനേറ്റ് ദ പൊളിറ്റിക്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് എന്നുള്ളത്. ആ ഹെഡിങ് മാത്രം പറയുകയാണ്. ഇതും ഒരു എസ്സേക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ഇത് പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തേത്, അവിടുത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ഓട്ടോണമി, സ്വയം ഭരണത്തിനായുള്ള ആവശ്യമാണ്. മെയിൻ പോയിൻറ്റ്സേ പറയുന്നുള്ളൂ. മറ്റൊന്ന് സെസഷനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ്, ഇല്ലെങ്കിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങളാണ്. അതായത് മിസോറാമിലെയും നാഗാലാൻഡിലെയും ഒക്കെ ഉണ്ടായ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. പിന്നീട് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് എന്നുള്ളതാണ്, അതായത് അന്യർക്ക് എതിരെയുള്ള പ്രസ്ഥാനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ഇവിടുത്തെ പ്രദേശത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പിന്നീട് ആ ടോപ്പിക്കിൽ തന്നെ ലിബറേഷൻ ഓഫ് ഗോവ എന്ന് പറയുന്ന പ്രദേശത്തെ ഇന്ത്യയിൽ ചേർത്തത് എങ്ങനെയാണ്,
സിക്കിം എന്ന് പറയുന്ന പ്രദേശത്തെ ഇന്ത്യയിൽ ചേർത്തത് എങ്ങനെയാണ് എന്നുള്ള ഓപ്ഷനുകൾ കൂടിയുണ്ട്. കൂടുതൽ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. അതാണ് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമകാലിക സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തെ 1980-കൾക്ക് ശേഷം സ്വാധീനിച്ച, അല്ലെങ്കിൽ 1990-കൾക്ക് ശേഷം സ്വാധീനിച്ച 5 സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. വിച്ച് ആർ ദ 5 ഇൻസിഡൻറ്റ്സ് ദാറ്റ് ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇങ്ങനെ ഒരു ചോദ്യം സ്ഥിരമായിട്ട് വരാറുണ്ട്. ആ ഒരു 5 സംഭവവികാസങ്ങളാണ് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ മെയിൻസ് 5 സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഒന്നാമത്തത്, ഡിഫീറ്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ ദ ഇലക്ഷൻ ഓഫ് 1989. 1989 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ പരാജയം, അതാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, റൈസ് ഓഫ് മണ്ഡൽ ഇഷ്യൂ ഇൻ നാഷണൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ മണ്ഡൽ വിഷയത്തിൻ്റെ ഉദയം എന്നുള്ളതാണ്. മണ്ഡൽ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ഡൽ എന്ന് പറയുന്നത് BP മണ്ഡൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ OBC, നമ്മൾ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന ഇന്ത്യയിലെ വിഭാഗങ്ങൾക്ക് 27% സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് മണ്ഡൽ വിഷയം എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഓഫ് മണ്ഡൽ ഇഷ്യൂ ഇൻ നാഷണൽ പൊളിറ്റിക്സ്. ഇനി മൂന്നാമത്തത്, റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് പോളിസി ഓഫ് ദി ഗവൺമെൻറ്. അതായത് 1991 ഇന്ത്യ അഡോപ്റ്റഡ് ന്യൂ എക്കണോമിക് പോളിസി, അല്ലെങ്കിൽ 1991 ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കി. ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അത് ആണ് മൂന്നാമത്തെ സംഭവവികാസം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സംഭവവികാസം എന്ന് പറയുന്നത്, ഡെമോളിഷൻ ഓഫ് ദി ഡിസ്പ്യൂട്ടഡ് ബാബറി മസ്ജിദ് ഇൻ അയോധ്യ. അയോധ്യയിലെ തർക്ക മന്ദിരമായിട്ടുള്ള ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ ആണ്. ഇതാണ് നാലാമത്തെ സംഭവവികാസം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള സംഭവവികാസം എന്ന് പറയുന്നത്, അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി ഇൻ 1991 എന്നുള്ളത് ആയിരുന്നു. ഈ രാജീവ് ഗാന്ധി ഒരു ഇലക്ഷൻ സമയത്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വധിക്കുന്നത് എന്ന് പറയുന്നത്, രാജീവ് ഗാന്ധിയെ. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അദ്ദേഹത്തെ വധിക്കുന്നത് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന് പറയുന്ന വിഭാഗമായിരുന്നു. ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം, അല്ലെങ്കിൽ തമിഴ് പുലികൾ എന്ന് പറയും. ശ്രീലങ്കയിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്ത തമിഴ് വംശജർ അവരെ രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കിയപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെയും ജനങ്ങൾക്കെതിരെയും നടത്തിയ ഒരു പോരാട്ടം ഈ LTTE എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെയായിരുന്നു, അല്ലെങ്കിൽ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെയായിരുന്നു. അവരാണ് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ശ്രീപെരുമ്പത്തൂർ എന്ന സ്ഥലത്ത് വെച്ച് ഈ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയെ ഒരു ബോംബ് സ്ഫോടനത്തിൽ വധിക്കുന്നത്. അപ്പോൾ ഈ 5 സംഭവവികാസങ്ങളാണ് സത്യത്തിൽ ഇന്ത്യയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാക്കിയ 5 സംഭവവികാസങ്ങളെന്ന് പറയുന്നത്. പിന്നീട് സമകാലിക രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. അതിൽ 1-2 പോയിൻറ്റ്സ് നമുക്കൊന്ന് പറയാം. എഗ്രിമെൻ്റ് ഓൺ ന്യൂ എക്കണോമിക് പോളിസി, അതായത് പുത്തൻ സാമ്പത്തിക നയത്തിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അംഗീകരിക്കുന്നു. മാത്രമല്ല, മറ്റൊന്ന്, എഗ്രിമെൻ്റ് ഓൺ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്ലെയിംസ് ഓഫ് ദി ബാക്ക്വേർഡ് ക്ലാസസ്, പിന്നോക്ക വിഭാഗങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു. അതാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോൾ ഓഫ് ദ റീജിയണൽ പാർട്ടീസ് ഇൻ ദ ഗവർണൻസ് ഓഫ് ഇന്ത്യ. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ പ്രാധാന്യം ഇന്ന് നിലവിലുണ്ട്. അതാണ് അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, എംഫസിസ് ഓൺ പ്രാഗ്മാറ്റിക് കൺസിഡറേഷൻസ് റാദർ ദാൻ ഐഡിയോളജി. ഇന്ന് ഈ ഐഡിയോളജി, അല്ലെങ്കിൽ ആശയം, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യമൊന്നും രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടും കൂട്ടുചേർന്നുകൊണ്ട്
ഇലക്ഷനിൽ മത്സരിക്കുക, വിജയിക്കുക, അതുമാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ലക്ഷ്യം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനം ഉണ്ടായതാണ് 2014 ഇലക്ഷൻ. 2014 ഇലക്ഷനിലാണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന സഖ്യം നിലവിൽ അധികാരത്തിൽ വരുന്നത്. ആ NDA സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 2014 മുതൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണ്. 2014 കഴിഞ്ഞിട്ട് 2019 അടുത്ത ഇലക്ഷൻ നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിക്കുന്നു. ഈ NDA എന്ന് പറയുന്ന സഖ്യം വിജയിക്കുന്നു. മൂന്നാമത് നടന്ന 2024 തെരഞ്ഞെടുപ്പിലും ഈ NDA എന്ന് പറയുന്ന സഖ്യം വിജയിക്കുകയാണ്. അങ്ങനെ ഇന്ന് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായിട്ട് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിൽ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആദ്യത്തെ ഒരു പോർഷൻ അവസാനിക്കുകയാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റ് ലോകത്തിൻ്റെ വിഹായസിലേക്ക് കടക്കാം. അപ്പോൾ 9 ചാപ്റ്ററുകളാണ് നമ്മൾ ഈ 2 വീഡിയോകളിലൂടെ അവസാനിപ്പിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ റിവിഷൻ സീരീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ ടോപ്പിക്കുകളും വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ പഠിക്കുക. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും വ്യക്തമായ രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.